എക്സൽ ഉപയോഗിച്ച് 2 തീയതികൾക്കിടയിലുള്ള വർക്കിംഗ് ഡേയ്സിൻ്റെ എണ്ണം, അതായത് ശനിയാഴ്ചയും ഞായറാഴ്ചയും മറ്റ് അവധി ദിവസങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. 2023 ഒക്ടോബർ 1 തീയതി മുതൽ 31 തീയതി വരേക്കും എത്ര വർക്കിംഗ് ഡേയ്സ് ഉണ്ടെന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈക്വൽ നെറ്റ്വർക്ക് ഡേയ്സ് എന്ന് ടൈപ്പ് ചെയ്യാം. NET എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ഇവിടെ സജഷൻസിൽ നെറ്റ്വർക്ക് ഡേയ്സ് ഫംഗ്ഷൻ വന്നാൽ കാണാം. നെറ്റ്വർക്ക് ഡേയ്സ് സെലക്ട് ചെയ്യുന്നു. നെറ്റ്വർക്ക് ഡേയ്സ് ഫംഗ്ഷന് 3 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് അഥവാ ഒന്നാമത്തെ ഇൻപുട്ട് സ്റ്റാർട്ട് ഡേറ്റ്. സ്റ്റാർട്ട് ഡേറ്റിന് വേണ്ടി ആദ്യത്തെ തീയതി സെലക്ട് ചെയ്യുന്നു, കോമ. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് എൻഡ് ഡേറ്റ്. എൻഡ് ഡേറ്റിന് വേണ്ടി രണ്ടാമത്തെ തീയതി സെലക്ട് ചെയ്യുന്നു, കോമ. മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് ഹോളിഡേയ്സ്. നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശനിയാഴ്ചയ്ക്കും ഞായറാഴ്ചയ്ക്കും പുറമെ മറ്റേതെങ്കിലും അവധി ദിവസങ്ങളുണ്ടെങ്കിൽ അവയെ കൂടെ ഫോർമുലയിൽ ഉൾപ്പെടുത്താനായിട്ടാണ് ഈ മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് ഉപയോഗിക്കുന്നത്. ഈ കേസിൽ ഞാൻ ഹോളിഡേ ലിസ്റ്റ് കൊടുക്കുന്നില്ല. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ. നോക്കുക, ഫോർമുല 22 എന്ന റിസൾട്ടാണ് തന്നത്. അതായത് 2023 ഒക്ടോബർ 1 തീയതി മുതൽ 31 തീയതി വരേക്കും 22 വർക്കിംഗ് ഡേയ്സ് ഉണ്ട്. ഇനി വാല്യൂ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. കാലണ്ടർ ഓപ്പൺ ചെയ്യുന്നു. ഒക്ടോബർ 1 ഞായറാഴ്ചയാണ്. 5, 10, 15, 20, 22. അതായത് ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒഴിവാക്കി കഴിഞ്ഞാൽ ഒക്ടോബർ മാസം 22 വർക്കിംഗ് ഡേയ്സ് ആണുള്ളത്. എന്നാൽ 2023 ഒക്ടോബറിൽ ശനി ഞായർ ദിവസങ്ങൾക്ക് പുറമെ വേറെയും അവധി ദിവസങ്ങളുണ്ട്. അവയെ കൂടെ കണക്കിലെടുത്തുകൊണ്ട് ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഈ ടേബിൾ ശ്രദ്ധിക്കുക. കേരള ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച 2023 ഹോളിഡേ ലിസ്റ്റാണ് കാണുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2023 ഒക്ടോബർ മാസം ശനിയാഴ്ചയ്ക്കും ഞായറാഴ്ചയ്ക്കും പുറമെ 3 അവധി ദിവസങ്ങളുണ്ട്. ഗാന്ധി ജയന്തി, മഹാനവമി, വിജയദശമി. വർക്കിംഗ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഫോർമുലയിൽ ഈ അവധി ദിവസങ്ങളെ കൂടെ ഉൾപ്പെടുത്താനായിട്ട് ഇതേ തീയതികൾ തന്നെ താഴേക്ക് എടുത്തെഴുതിയിരിക്കുകയാണ്. 2023 ഒക്ടോബർ 1 തീയതി മുതൽ 31 തീയതി വരേക്കും എത്ര വർക്കിംഗ് ഡേയ്സ് ഉണ്ടെന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈക്വൽ നെറ്റ്വർക്ക് ഡേയ്സ് ഫംഗ്ഷൻ. സ്റ്റാർട്ട് ഡേറ്റ് ആദ്യത്തെ തീയതി സെലക്ട് ചെയ്യുന്നു, കോമ. എൻഡ് ഡേറ്റ് രണ്ടാമത്തെ തീയതി സെലക്ട് ചെയ്യുന്നു, കോമ. മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് ഹോളിഡേയ്സ്. അവധി ദിവസങ്ങളുടെ തീയതികൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇത്തവണ ഫോർമുല 19 എന്ന സംഖ്യയാണ് റിസൾട്ടായിട്ട് തന്നത്. ഇനി ഈ തീയതികൾ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ജനുവരി 1, 2023, ഡിസംബർ 31, 2023. ശനി ഞായർ ദിവസങ്ങൾ മാത്രം അവധി ദിവസങ്ങളായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ 2023 ജനുവരി 1 തീയതി മുതൽ 2023 ഡിസംബർ 31 തീയതി വരേക്കും 260 വർക്കിംഗ് ഡേയ്സ് ഉണ്ട്. ഇനി ഈ ടേബിളിലുള്ള അവധി ദിവസങ്ങൾ കൂടി ഈ ഫോർമുലയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഫോർമുല ബാറിൽ ബാക്ക് സ്പേസ്, മൂന്നാമത്തെ ആർഗ്യുമെൻ്റായ ഹോളിഡേയ്സിന് വേണ്ടി അവധി ദിവസങ്ങൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് 238. ഇവിടെ വർക്കിംഗ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്ത ഹോളിഡേ ലിസ്റ്റിന് പുറമെ ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമാണ് നെറ്റ്വർക്ക് ഡേയ്സ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്തത്. എന്നാൽ ശനിയാഴ്ചയ്ക്ക് ഞായറാഴ്ചയ്ക്ക് പകരം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും അവധിയുള്ള, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അവധിയുള്ള, ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം അവധിയുള്ള ആളുകളുമുണ്ട്. അത്തരം കേസുകളിൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് നെറ്റ്വർക്ക് ഡേയ്സ് .intl ഫംഗ്ഷനാണ്. ആ ഫോർമുലയെക്കുറിച്ച് പിന്നീട് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മറ്റൊരു എക്സൽ ടിപ്പുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.